പേരെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും മലയാളികൾക്ക് സുപരിചിതരാണ്. പേരറിഞ്ഞിട്ടല്ലോ അല്ലേ? അറിയാം ചേട്ടൻ. എന്ത് ക്യാരക്ടറാണ് ചേട്ടൻ ഇതിനകത്ത് ചെയ്യുന്നത്? ഒരു തട്ടിപ്പ് വരും. കോണാർട്ടിസ്റ്റ് എന്ന് പറയില്ലേ? കോണാർട്ടിസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കോണെന്നല്ല ഉദ്ദേശിച്ചത്, കോണാർട്ടിസ്റ്റ്. ഞാനൊക്കെ ചെറുപ്പം, എനിക്കൊന്നും ഞാൻ ജനിക്കുന്ന മുന്നേ അങ്ങനെ ഇത്രയും കൊല്ലമായിട്ട് കണ്ടു വളർന്നൊരു നടനാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ. അവസാനം പറയാൻ പോണത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചേട്ടപ്പഴും ജീവനോട് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാണ്? തൂക്കുണ്ട്. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ മൂപ്പര് ചെറുകിട പരിപാടികളെല്ലാം അയ്യോ അയ്യോ അയ്യോ. പ്രേക്ഷകരായിട്ട് കാസർഗോഡ് എംബസി എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്നതാണ്? കണ്ണുകൊണ്ട് കാണണം. ചേട്ടാ എന്റെ മുകളിൽ പോയി, നിങ്ങൾ എന്റെ മുകളിൽ പോയി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി ഫോർ ബ്ലേസ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാസർഗോഡ് എംബസി എന്ന വെബ് സീരീസിലെ താരങ്ങളാണ്. എല്ലാവർക്കും സ്വാഗതം. ആരെയും പ്രത്യേകം പേരെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരും മലയാളികൾക്ക് സുപരിചിതരാണ്. പേരറിഞ്ഞിട്ടല്ലോ അല്ലേ? അറിയാം ചേട്ടൻ. ഓക്കെ, ഇപ്പൊ ആരെന്ന് തുടങ്ങാൻ റാൻഡംലി ചോദിക്കാം. ആരാദ്യം പറയുമെന്ന് ഞാൻ നോക്കട്ടെ. വൈറ്റ് ഓക്കെ, കേക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ എനർജറ്റിക്. മതി മതി, വാക്കുകളില്ല. അത് കണ്ടാലും പറയും. ഞാനും എന്റെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടനായിരിക്കും. അപ്പൊ ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചു. നമുക്ക് കാസർഗോഡ് എംബസി എന്ന് തുടങ്ങാം. എനിക്ക് പേരൊക്കെ മനസ്സിലാവും. കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരിക്കും അല്ലേ? അല്ല സോറി, സീരീസ്. താങ്ക് യു. അപ്പോ പക്ഷെ കാസർഗോഡ് എംബസി എന്താണ് ഈ ടൈറ്റിലിന്റെ പിറകിലുള്ള ഒരു റീസൺ എന്ന് വെച്ചാല് നമ്മള് സമാന്തരമായിട്ട് നമ്മൾ നോർമൽ സിസ്റ്റത്തിൽ നടക്കുന്നല്ലാതെ സമാന്തരമായിട്ട് വേറെ സിസ്റ്റം വേറെ കുറച്ച് പേര് സൈമൾട്ടേനിയസ് ആയിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. അതാണ് അതിന്റെ പരിപാടി. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ പരിപാടി. കറക്റ്റ് പറഞ്ഞത്. ചോദ്യം ഉത്തരം ഫുൾ മാർക്ക്. 5 മാർക്കിന് പറയാൻ പറ്റുമോ? അല്ല, ഇതന്നെ സമാന്തരമായിട്ട് നമ്മൾ വേറെ പാരലൽ സിസ്റ്റം നടത്തുന്നു. നടന്ന കുറെ പേരും അത് അന്വേഷിക്കാൻ എന്താണ് അവിടെ പ്രശ്നങ്ങളായെന്ന് അന്വേഷിക്കാൻ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ. അതാണ് അതിന്റെ ഒരു ബേസിക് വൺ ലൈൻ. എന്ത് ക്യാരക്ടറാണ് ചേട്ടൻ ഇതിനകത്ത് ചെയ്യുന്നത്? ഒരു തട്ടിപ്പ് വരും. തട്ടിപ്പ് പേര് കോണാർട്ടിസ്റ്റ് എന്ന് പറയില്ലേ? കോണാർട്ടിസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കോണെന്നല്ല ഉദ്ദേശിച്ചത്, കോണാർട്ടിസ്റ്റ്. റോഡ് അത്ര മതി. നമുക്ക് കൂടുതൽ പൊലിപ്പൊന്നും വേണ്ടെന്നൊക്കെ. സുധീഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാനൊക്കെ ചെറുപ്പം, എനിക്കൊന്നും ഞാൻ ജനിക്കുന്ന മുന്നേ അല്ല, ഞാൻ ജനിക്കുന്ന മുന്നേ ശരിയാണത്. അതെ, എനിക്ക് നിങ്ങൾ ജനിക്കണൊക്കെ മുമ്പ് അത്രേ ഉള്ളൂ. ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുന്നത്തെ വർഷമാണ് സുധീഷ് ആദ്യം സിനിമയിൽ അഭിനയിക്കുന്നത്. അതേ സിനിമയിൽ അഭിനയിക്കുന്നു. 87 അവനും കൂടി നൈസായിട്ട് എനിക്ക് പ്രായം കുറച്ചു. ഞാൻ 2001 ആണ്. അപ്പൊ ഒരു ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ ഉള്ള മൂവീസ് ചെയ്ത് ഞാൻ ജനിച്ച മുതൽ കണ്ട് വളർന്നു. അപ്പൊ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് കണ്ടു വളർന്നൊരു നടനാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ. അവസാനം പറയാൻ പോണത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചേട്ടപ്പഴും ജീവനോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുറെ നാളൊപ്പം ജനിച്ചിട്ടും ചേട്ടപ്പഴും കാണാൻ പറ്റുന്നത്. എന്നാലും ഇപ്പൊ എല്ലാ ജനറേഷനിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒത്തിരി എനിക്ക് തോന്നുന്നു പഴയ ജനറേഷൻ, അതേപോലെ ഇപ്പൊ വരെയും എല്ലാ ജനറേഷനിലൂടെയും അങ്ങേറ്റം അത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു ഡിഫറൻസ് ഉണ്ടാവും നമ്മളെ പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ. മലയാള സിനിമയിലൊരു നേരെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അതെന്താ? അതെ, സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റം എല്ലാ ജനറേഷൻസിലും ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, മറ്റേ ഒരു നല്ലത് അങ്ങനെയൊന്നും പറയാനില്ല. ആ കാലഘട്ടത്തിൽ എല്ലാവരും ആ രീതിക്ക് അനുസരിച്ച് ജീവിക്കുന്നു. ആ രീതിക്ക് അനുസരിച്ചുള്ള സിനിമകൾ ഉണ്ടാവുന്നു, കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ രീതിയിലുള്ള സിനിമകൾ വരുന്നു.
പിന്നെ മലയാള സിനിമ ഒരുപാട് ഫോർവേഡായി മുന്നോട്ട് പോയി. പണ്ടൊക്കെ നമ്മൾ സിനിമകളെ കാണുമ്പോൾ മലയാള സിനിമ കുടുംബ സിനിമകൾ കോമഡി സിനിമകളെ കാണുമ്പോൾ അതേ സമയത്തിന് നമ്മൾ സിനിമ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വേൾഡ് സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുമോ അത് ഭയങ്കര സിനിമ, അത് ആ സിനിമയിലൊക്കെ ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. നമ്മളെ കഥ അങ്ങനെയല്ലല്ലോ, നമ്മളെ വർഷങ്ങളുടെ കഥയല്ലേ പറയാം, ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു ദിവസത്തെ കഥ എന്നൊക്കെ പറയുന്നത് അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മാറി മാറി മലയാളത്തിൽ തന്നെ ഒരു ദിവസത്തെ കഥകളുടെ പരമ്പര ഇഷ്ടം പോലെ വന്നു തുടങ്ങി. മഞ്ഞുമ്മല് അതെ, ഒരു ദിവസം ഒരു യാത്രയാണ്. അതെ, എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. അപ്പം അത്രത്തോളം നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞു എന്നുള്ള ആണ് പറയാനുള്ളത്. അപ്പം ഡെവലപ്ഡ് തന്നെയാണ്, പുതിയ ജനറേഷൻ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യക്തിപരമായിട്ടാണെങ്കിലും വ്യക്തിത്വങ്ങളൊക്കെ തന്നെ മാറി മാറി വന്നു. എന്താ പറയുക, അഭിരുചിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം, മറ്റേ ആളെ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തീരെയില്ല. നമുക്ക് ഇഷ്ടംപോലെ താല്പര്യമുള്ള ഏത് വർക്കാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നല്ല കാര്യം. ബ്യൂട്ടിഫുൾ. ദീപക്കേട്ടാ എന്തൊക്കെയുണ്ട്? സുഖം? സുഖം. ഉറങ്ങിയിരിക്കുകയാണല്ലോ? ഇല്ലില്ല, പറഞ്ഞോ. ഓക്കെ ആണ്, ടയർഡൊന്നും അല്ല? ഇല്ലില്ല, രാവിലെ തൊട്ടിട്ട് ഇതേ പരിപാടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ട്രെയിലർ കണ്ടു. ഒരു എന്താ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആണല്ലേ? പോലീസ് ആണോ? ഉദ്യോഗസ്ഥൻ. ഉദ്യോഗസ്ഥൻ. ഓക്കെ, ഇതുവരെ ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാണ്? തോക്കുണ്ട്, അതാണ് മെയിൻ വ്യത്യസ്തത. വേറെ വലിയ വ്യത്യസ്തത. അതായത് ഈ പറയുന്ന പോലെ ഒരു NIA കൈൻഡ് ഓഫ് ലീഡ് ചേട്ടനല്ലേ? ഒരു ക്യാരക്ടറാണ്. ഇതിലെല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ എല്ലാവരുടെയും കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളിൽ. അപ്പൊ എൻ്റെ ക്യാരക്ടർ ശരിക്കും ഇവിടെ കാസർഗോഡ് വന്നിട്ട് ഒരു അന്വേഷണത്തിന് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാരക്ടർ. വിവേക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവിടെ കാസർഗോഡ് വന്ന് അന്വേഷിക്കാണ്. നല്ല ആവിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ട് എന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസർ നമ്മൾ എങ്ങനെയായിരിക്കണം ഒക്കെ എന്നുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതീഷ് സംസാരിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ ചെയ്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആളോട് ചോദിക്കാം. ചോദിക്കട്ടെ, എന്താണ് കുറെ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലോ, ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു സീരീസ് ആണ്? ഗ്യാപ്പ് എന്നല്ല, നമുക്കൊരു എന്താ പറയണേ, നമുക്ക് വന്ന കഥകള് ചെയ്തു വെച്ച സംഭവങ്ങളാണ്, നമുക്ക് അതിനോട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നമ്മള് പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സംഭവം വന്നാൽ ചെയ്യും. ഇതില് എനിക്ക് തോന്നുന്നു അബു സാലിമും ഗോവിന്ദും ഉള്ള എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് സ്ക്രീൻ എന്താ പറയാ കൂടുതലും ഒരുമിച്ചുള്ള സീൻസ് അല്ലേ? രണ്ടുപേരും എന്താ ഫേക്ക് ആയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. സ്ക്രീൻ സ്പേസ് പറഞ്ഞു. അല്ല, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ എന്താ പറയണേ, അപ്പൊ നിങ്ങള് ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണല്ലേ? അത് 20-ാം തീയതി ആവുമ്പോ അറിയാൻ പറ്റും എന്നല്ലേ? എന്നാലും ക്യാരക്ടറിനെ പറ്റി പറയൂ. അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. എന്താ പറയണേ, ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്ന പുള്ളിയാണത്. റോണി ചേട്ടനോ? അല്ല, റോണി ചേട്ടൻ. ഇത് നമ്മുടെ മാമയാണ്. മാമയോ? രണ്ടുപേരും ഉടായിപ്പാണ്. അവരുടെ കൈ കിട്ടിയ എന്താവും എന്നുള്ളതാണ്. എന്താണെന്നുള്ളതാണ്. മാമേനെ തുടക്കം ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പല കാര്യങ്ങൾക്ക്. ഇതിന് മാമ കാശുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ട് മാമേനെക്കാട്ടും വലിയൊരു മാമ വന്നു. പിന്നെ വലിയ മാമ വേറെ സ്ഥലത്ത് ഇറങ്ങി. ഓക്കെ, അബു സാലിം, എനിക്ക് തോന്നുന്നു ഖൽബൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോഴും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ കിടന്ന് ഓടാണ് റീലായിട്ട്. വില്ലൻ നായകനായ നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഖൽബിന് ശേഷം ചെയ്യുന്ന മൂവിയാണ്, അല്ല സീരീസ് ആണ്. സോ ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് ആണോ? ഒരു വില്ലന്റെ കൂടെ ഉള്ള സീനൊക്കെ ഉണ്ടായിരുന്നു ട്രെയിലറില്. നെഗറ്റീവ് ആണോ? അല്ല, ഇതില് സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഷാർപ്പ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. സൈലന്റ് ഇപ്പോഴും ഇയാളിപ്പോഴും സൈലന്റ് ആണല്ലോ. കുറച്ച് എൻഡായിട്ട് എല്ലാവരും ഉറക്കുന്നു ഇരിക്കുന്ന പോലെ. റിയൽ ലൈഫിലും എനിക്ക് ഞാനൊക്കെ പ്ലസ് 2 പഠിക്കുമ്പോൾ ടിക്ടോക്കിലെ താരമായിരുന്നു. ടിക്ടോക്കിൽ ടിക്ടോക്കിലെ രാജാവ്.
നേരത്തെ പറഞ്ഞ ഇത്ര മില്യൺ ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ടിക്ടോക്ക് ഹിറ്റാന്ന് പറയുന്നു. ടിക്ടോക്കിൽ നിന്നാണ് തുടക്കം. ശരി. അവിടെ നിന്ന് ഇൻസ്റ്റയിലോട്ട് വന്നു, പിന്നെ സിനിമ, ഇനി എവിടേക്ക് എത്തും? ഇവിടം വരെ എത്തി. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു ടാസ്ക്, ചെറിയൊരു ഗെയിം. ഞാൻ കുറച്ച് ഫണ്ണി ക്രൈംസ് പറയും. അത് ചെയ്യാൻ സാധ്യത ഉള്ളത്, ഈ കൂട്ടത്തിൽ സാധ്യത ഉള്ളത് ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ. സെറ്റിൽ വൈകി വന്നിട്ട് ട്രാഫിക് ആണെന്ന് നുണ പറയാൻ സാധ്യത ഉള്ളത് ആരായിരിക്കും? ഇല്ല, അതിനുള്ള സ്കോപ്പില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. വണ്ടി കയറുമ്പോൾ ലേറ്റ് ആവുന്ന സാധ്യതയുള്ള ആള് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നുണ പറയാൻ സാധ്യത അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, നുണ പറയല്ല, ഞാൻ നേരത്തെ തന്നെ പറയും. ഞാൻ എന്റെ ചേട്ടാ സൂചിച്ചേട്ടാ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇറങ്ങണമെന്ന് സൂചിച്ചോട് നേരത്തെ പറയും. നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു ക്രൈം നടന്ന അത് കണ്ടുപിടിക്കാൻ ഏറ്റവും കഴിവുള്ള ആള് ആരായിരിക്കും? ഒരു ക്രൈമും നടന്നിട്ടില്ല നമ്മുടെ സെറ്റിൽ. അല്ല, അങ്ങനെയല്ല. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ കൂട്ടത്തിൽ ആർക്കും ബുദ്ധിയില്ലെന്നാ ചോദിച്ചത്. അങ്ങനെയും പറയാം. ചിലപ്പോ ഓൾ ഇൻ ഓൾ ആണ്. ചിലപ്പോ ഞാനായിരിക്കുന്നൊക്കെ. കാരണം ഭയങ്കര ഷാർപ്പായിട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ആണ്. ഓക്കെ, ബ്രില്യന്റ് ആണ്. ബ്രില്യന്റ് എന്നല്ല, ഒബ്സർവ് ചെയ്യും അത്ര തന്നെ. ഓക്കെ, കാരണം മാത്രമല്ല റൈറ്ററും കൂടി ആണല്ലോ. അല്ല, ഹിറ്റ് പടം എഴുതിയ ചിത്രപടമാണോ, സൂപ്പർ ഹിറ്റ് പടം എഴുതിയത്. മാത്രമല്ല അതും ഈ ക്രൈമും ഇൻവെസ്റ്റിഗേഷനും ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുറത്ത് ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടാവില്ല ഒരാള്. അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ലൊക്കേഷനിൽ തപ്പിയൊക്കെ കിട്ടാത്ത ആള് ആരും കിട്ടൂല അല്ലേ? ആരെയും കിട്ടില്ല. അത് ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ നിന്നിട്ട് തിരിയേണ്ട അല്ലേ? അവിടെ ആരും ഇല്ലാത്തോണ്ട് ഗോവിന്ദ് കാരന്റെ അടിയിലെല്ലാം ഉറങ്ങിക്കൊണ്ടോ? കാരന്റെ അടിയിലും എവിടെല്ലാം ഉറങ്ങും, കൊണ്ടെവിടെയെങ്കിലും ചാരി വെച്ച് ഉറങ്ങും. ഓക്കെ, ഏറ്റവും കൂടുതൽ റീടേക്ക് അടുപ്പിച്ചത് ആരായിരിക്കും? എനിക്ക് അറിഞ്ഞൂടാ. അത് ഡയറക്ടറിന് ചോദിക്കേണ്ടി വരും. ഡയറക്ടറിന്റെ ചോദിക്കേണ്ടി വരും. അല്ല, നിങ്ങൾ ഒരുമിച്ച് സീൻസിലൊക്കെ അറിയില്ല ആർക്കാന്നുള്ളത്? എങ്ങനെ അറിയില്ല. ഒരുമിച്ചായതുകൊണ്ട് ആർക്ക് വേണ്ടിട്ട് റീടേക്ക് ആരോ പറഞ്ഞു ആരോ പറഞ്ഞോ? ശരി, ആവട്ടെ. ഓക്കെ, അപ്പൊ ഈ ഗെയിം ഞാൻ എടുക്കാൻ സമയമില്ല ഒന്നാണ്. അതാണ് സമയമില്ല, അതാണ് സത്യം. സമയമില്ല, ടേക്ക് എടുക്കാൻ തന്നെ സമയമില്ല, പിന്നല്ലേ റീടേക്ക്. ഓക്കെ, ഇന്ന് നമ്മള് കാസർഗോഡ് സ്ലാങ് ആയിരുന്നല്ലോ. എനിക്ക് റോണി ചേട്ടൻ ആ ട്രെയിലറിൽ ഞാൻ കൂടുതലും റോണി ചേട്ടൻ്റെ സ്ലാങ് ആണ് ശ്രദ്ധിച്ചത്. ഞാൻ കുറച്ച് വേർഡ്സ് പറയാം, അതിന്റെ മീനിങ് പറഞ്ഞാൽ മതി. അബുസാരും ഉണ്ടണ്ട. ശരി, നിങ്ങൾ പറയും. പറയും. രാവിലെ ചോദിച്ചു അതേ ചോദ്യം ചോദിക്കണേ. ഓക്കെ, പിരിസം. അറിയില്ല, എനിക്കറിയില്ല. വലുതാണോ? അല്ല. എന്താ പിരിസം? പിരിസം. പ്രിസമാണോ? അതറിയില്ല. സ്നേഹം. നമുക്ക് കിട്ടൂല. പ്രിയം. നെക്സ്റ്റ് എളുപ്പമാണ്, കീഞ്ഞിട്ട് പാഞ്ഞു. അത് അവിടുത്തെ ഭാഷയല്ല, അതവിടെയുണ്ട്. കീഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഓടി, കീഞ്ഞിട്ട് പാഞ്ഞിന്. അതെ അതെ, കീഞ്ഞിട്ട് നമ്മള് പായെന്ന് പറയുന്നത് കോഴിക്കോട് വരെ പറയാം. അതെ അത് അണ്ടർസ്റ്റാൻഡിങ്. തൊല്ല. ഓ അതെ, ബുദ്ധിമുട്ട്. അത് സ്ക്രിപ്റ്റിലുള്ളതാ ഓൾറെഡി. അല്ലല്ല, സ്ക്രിപ്റ്റിലെ എന്ന് പറയില്ല. ഓക്കെ, ബന്ദിന. അയ്യോ, ബണ്ടികുത്തി. 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 ബണ്ടിടിച്ചു. ഓക്കെ, എനിക്ക് കയ്യ. എന്നെ കൊണ്ട് പറ്റൂല. കാസർഗോഡല്ല, അത് കാസർഗോഡുള്ള ഫ്രണ്ട്സിന്റെ ചോദിച്ചിട്ടാണ് എന്തുണ്ടാക്കി. അല്ല, കറക്റ്റ് അനക്ക് കയ്യാലാന്ന് അനക്ക് കയ്യാല എനിക്ക് കഴിയൂലെന്നുള്ളത്. അതെ അതെ. ഓക്കെ, ഓനോട് ഞാൻ ചെല്ലല, അങ്ങനെയല്ലേ പറയാ? ഓന്റെ ഞാൻ ചെല്ലല. അവനോട് ഞാൻ പറയൂല. അതന്നെ അറിയാം. തുന്ന.
തുന്ന 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 അത് നോർമല് കഴിച്ച. അത് തിന്നാതേക്ക് പിന്നെ എന്താ പിന്നെ ഇതെങ്ങനെ പറയാ ആട ആട അവിടെ അതവിടെ ആടാ ആടാ ഈട ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഡൈനൂന്നൊക്കെ പറയാ. ഇനി ഞാൻ റോണിച്ചേന്റെ അടുത്ത് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും. ഞാൻ എന്തെങ്കിലും ചോദിക്കാം, ആ എന്തെങ്കിലും ചോദിക്കാം. അതായത് റോണിച്ചേന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞോ. മുപ്പര് പറഞ്ഞ പോലെ തന്നെ മുപ്പര് ചെറുകിട പരിപാടികളെന്നുണ്ടെങ്കിൽ കാസർഗോഡ് സ്ലാങ്ങിൽ പറയണം. അയ്യോ 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 എനിക്കറിയില്ല. അത് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റും. സ്ക്രിപ്റ്റ് ഇട്ട് അടിക്കാം. ഡബിങ് കൂടെ വേണം. ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം ഉള്ളത്. എന്ത് ക്യാരക്ടർ എന്ത് പറയണ്ടേ? കള്ളത്തരം എന്തല്ലോ കള്ളതരം കാണിക്കുന്ന അർത്ഥം എന്തല്ലോ കള്ളത്തരം കാണിക്കുന്ന ഒരുത്ത അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ലാസ്റ്റ് ആയിട്ട് പ്രേക്ഷകരോടായിട്ട് കാസർഗോഡ് എംബസി എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്ന് പറയാം. കണ്ണുകൊണ്ട് കാണണം. സുചേട്ടാ എന്റെ മുകളിൽ പോയി, ഏറ്റവും ടോപ്പായി പോയി. നിങ്ങൾ എന്റെ മുകളിൽ പോയി. എനിക്ക് കാസർഗോഡ് എംബസി നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള വെബ് സീരീസുകളിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒരു പരിധി വരെയൊക്കെ വേണമെങ്കിൽ ലോഹം അല്ലെങ്കിൽ കാസർഗോഡിലൊക്കെ ചെറിയ തോതിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് എംബസിയിൽ ഇപ്പോൾ 2010 മുതൽ 2012-13 കാലഘട്ടം വരെയുള്ള ഒരു പോർഷനാണ് കാസർഗോഡിൻ്റെ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഡയറക്ടർ റിസർച്ച് നടത്തിയതും അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു പരിപാടിയിൽ നിന്ന് പുള്ളിക്ക് തോന്നിയിട്ടായിട്ട് അല്ലെങ്കിൽ പുള്ളി റിയൽ ലൈഫിൽ നടത്തുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി, ഡ്യൂപ്ലിക്കേഷൻ പരിപാടി നടന്നിട്ടുള്ള കുറച്ച് ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഞാനുണ്ട്, സുധീഷനുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് വീരന്മാർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് വരുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ് ദീപക്. എവിടുന്ന് തുടങ്ങി ഇത് ആരിൽ വഴി എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത് കണ്ടുപിടിച്ച് അതോട് ബന്ധപ്പെടുത്തി പുള്ളി ആ കേസ് അന്വേഷണം എങ്ങനെയൊക്കെ കൊണ്ടുപോയി ആരിൽ കൊണ്ടു നിർത്തുന്നു. ഇതാണ് അതിന്റെ മൊത്തം പരിപാടി. എത്ര എപ്പിസോഡ് ഉണ്ടാവും? 7 എപ്പിസോഡ്. 7 എപ്പിസോഡിൽ കഴിയും. സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാവോ അറിയില്ല, ഡയറക്ടർ പ്രൊഡ്യൂസറും തീരുമാനിക്കണം. ഓക്കെ, ഇൻഡിട്ട് വെച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബോർ അടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഓൾറെഡി ഓക്കെ, താങ്ക് യു സോ മച്ച്. സംസാരിച്ചില്ലേ? അതെ അതെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.